ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്നാൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിന്ന് വീഡിയോ കാണാൻ തുടങ്ങണം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ബിറ്റ്കോയിൻ്റെ വാല്യൂ ഒക്കെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇത് എപ്സ്റ്റീൻ ഫയൽസ് വന്ന കാരണമാണ്. അതേപോലെ തന്നെ ഈ സന്തോഷ് നാക്കോമോട്ടോ എന്ന് പറയുന്ന ആൾ ഈ ഒരു ജെഫ്രി ആണ്, അല്ലെങ്കിൽ ജെഫ്രി എപ്സ്റ്റീൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബിറ്റ്കോയിൻ്റെ വാല്യൂ കുറഞ്ഞത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് തന്നെ കുറേ ഒരു ഡൗട്ടാണ്, ശരിക്കും ഈ സന്തോഷി എന്ന് പറയുന്ന ആൾ ഈ ഒരു ജെഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണോ എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അതിന് ക്ലിയർ ആയിട്ട് ഇവർക്ക് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എപ്സ്റ്റീൻ ഫയൽസ് റിലീസായപ്പോൾ കുറേ നോട്ടിൽ ഈ ബിറ്റ്കോയിനെ പറ്റി സംസാരിക്കുകയും ഇയാൾ അയച്ചിട്ടുള്ള മെയിലുകളെ പറ്റി പറയുകയും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നമുക്ക് റിവീൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇത് 100% ഷുവർ ആണോ എന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് ആൾക്കാർ ഇത് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു 6ാമത്തെ 7ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള സന്തോഷി എന്ന് പറയുന്ന വ്യക്തി ജെഫ്രി എന്നുള്ള ഒരാളാണെന്ന് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, വാദം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് ഒരുപാട് വിഭാഗം ആൾക്കാർ എന്ത് ചെയ്തിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു സൈഡിൽ ബിറ്റ്കോയിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 100% ഈ ഒരു കാരണം കൊണ്ടാണോ ബിറ്റ്കോയിൻ കുറഞ്ഞത്, ഇല്ലെങ്കിൽ വാല്യൂ ഒക്കെ കുറഞ്ഞത്? ആ വാല്യൂ കുറഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 50% അല്ലെങ്കിൽ 40% താഴോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എപ്പോഴും ഈ ഒരു ബിറ്റ്കോയിനിൽ ഒരു 4 വർഷം ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ 4 വർഷം മുമ്പ് നമുക്ക് ഈ ഒരു ലോകത്ത് തന്നെ കുറച്ച് ഫിനാൻഷ്യൽ പ്രതിസന്ധികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ക്യാഷ് സ്റ്റോർ ചെയ്യാനും, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ ടാക്സ് പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ്മാൻസിന് ഈ ഒരു കാസ്റ്റ് റോൾ ചെയ്യാനും ട്രാൻസാക്ഷൻ ചെയ്യാനും അങ്ങനെയുള്ള എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനും ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുള്ള ഒരു 4 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊറോണ സമയമായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ഇതിനൊരു ബിറ്റ്കോയിൻ ഒരു ട്രെൻഡ് വരികയാണ്. ഇതിൽ നമുക്ക് ഒരുപാട് ക്യാഷ് എന്ത് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരുപാട് സ്പേസ് ഇല്ലാതെ, അല്ലെങ്കിൽ വളരെ സെക്യൂർ ആയിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ബിറ്റ്കോയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവും. ഒരുപാട് ബിസിനസ്മാനിൽ ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 4 വർഷത്തിൽ ഇതിന് നല്ലൊരു ട്രെൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് വളരെയധികം കൂടുതൽ കിട്ടിയും. അപ്പോൾ ഈ ഒരു ബിറ്റ്കോയിൻ വെച്ച് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്, ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, അതിൻ്റെ താഴെ ഒരുപാട് ക്രിപ്റ്റോ കറൻസി വരുന്നുണ്ട്. എത്രത്തോളം എവിടെയൊക്കെ ബാൻ ആയാലും ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നതിൽ ഒരുപാട് വലിയ വലിയ ബിസിനസ് മാൻസ്, അല്ലെങ്കിൽ വെയിൽസ് എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമ്മൾ പോലും അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു വാല്യൂ കൂടിയത് എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഈ സന്തോഷ് നാക്കോമോട്ടോ അല്ലെങ്കിൽ സന്തോഷി എന്നൊന്ന് പറയുന്ന ആളെ ബിറ്റ്കോയിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആള് എന്ത് ചെയ്യുന്നു, ഈ ഒരു ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയാനുള്ള പല കാര്യങ്ങളും ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇത്രത്തോളം കാലം ഈ ഫണ്ട് എടുത്തിട്ടില്ല, ഇപ്പോഴും ആ ഫണ്ട് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൗട്ടുകളൊക്കെ ഉള്ളതെങ്കിലും കൊണ്ട് തന്നെയാണ് കുറേ ആൾക്കാർ എന്ത് പറയുന്നത്, ഈ ഒരു ബിറ്റ്കോയിൻ ഉണ്ടാക്കിയ ആൾ ഈ ഒരു ജെഫ്രി തന്നെയാണ് എന്നുള്ളൊരു കാര്യം ഒരുപാട് പറയുന്നത്. അപ്പോൾ ആരാണ് കൂടുതൽ ആൾക്കാർക്കും ഇപ്പോൾ മേ ബി ഈ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവില്ല, എന്തുകൊണ്ടാണ് വാല്യൂ കുറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ആരാണ് ജെഫ്രി എന്ന് പറയുന്നത്? ഒരു വ്യക്തി എന്ന് പറയുന്ന ആളാണെങ്കിൽ ഇയാൾ ഒരു മേജർ ആയിട്ടുള്ള ബിസിനസ്മാൻ ആണ് എന്നുള്ള റെക്കോർഡുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇയാൾ അച്ചീവ്മെന്റ് ചെയ്ത കാര്യങ്ങളോ നമുക്ക് അറിയില്ല. പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ ഇയാളുടെ പേര് അവിടെയും ഇവിടെയും കാണുന്നുണ്ട്. ഒരുപാട് ചൈൽഡ് അബ്യൂസ് പ്രശ്നങ്ങൾ മുമ്പ് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ, ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ അനുഭവിച്ച ആൾക്കാർ കേസ് കൊടുത്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇയാൾ ഒരു ജൂയിഷ് ആണ്. അപ്പോൾ ഈ ജൂയിഷ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്ട്രാ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഇല്ലെങ്കിൽ ആചാരങ്ങൾ, ഇത്രത്തോളം വിദ്യാഭ്യാസം കിട്ടിയിട്ടും ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ കൂടുതലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊരു ജാതിപരമായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇവൻ്റെ ഒരു വിശ്വാസം ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇയാളൊരു ജൂയിഷ് വിഭാഗക്കാരനായതുകൊണ്ട് ഇയാൾക്ക് ഒരുപാട് എന്തുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. അത് മേ ബി അന്ധവിശ്വാസം എന്ന് ഞാൻ പറയുന്നത് തെറ്റായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഓരോരോ ആൾക്കാർക്ക് ഓരോരോ വിശ്വാസമാണ്. പക്ഷെ അത് അമിതമായിട്ട് വിശ്വാസം ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രത്തോളം വിശ്വാസങ്ങളാണ്. സതി എന്ന് പറയുന്നുണ്ട്, ചിലർ കുട്ടികളിലേക്ക് ബലി കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണക്കാരും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പൈസക്കാർക്കും അതേ മെന്റാലിറ്റി ഉള്ള ആൾക്കാരും ഉണ്ടാവും. അതേപോലെ തന്നെ ഇയാൾ വേറൊരു കാര്യം ചെയ്യുന്നത്, സ്വന്തം ഈ ഒരു 13 ഫാമിലീസ് ആണ്, അല്ലെങ്കിൽ ബ്ലാക്ക് റോക്ക്, അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് തിയറികളുണ്ട്. ആ തിയറികൾ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കൊരു കൺക്ലൂഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇയാളെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തരാം. അപ്പോൾ ഇയാൾ ഒരു 13 ഫാമിലീസ് ആണ് നമ്മുടെ വേൾഡ് തന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തിയറി ഉണ്ട്. അപ്പോൾ ഇയാൾ അതിൽ കൺട്രോൾ ചെയ്യുന്നത് ഇവൻ്റെ ഈ ഫാമിലീസിൻ്റെ ഒക്കെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ജെഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ ഫിസിക്സ് ആണ്, ഇല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്, ഇല്ലെങ്കിൽ എന്താണ് പ്രൊഫസറാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനായിട്ടുള്ള ഒരു പ്രൂഫ് ഒന്നും നമുക്ക് എന്താണ് എവിടെ നോക്കിയാലും കിട്ടില്ല. പക്ഷേ എല്ലാ ഡോക്ടറേറ്റ് കിട്ടി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയാൾ ഒരു തനി ഐർലൻഡ് ഉണ്ടാക്കുന്നു. ഐർലൻഡ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പൈസയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മൾട്ടി ബില്യണർ ആയിട്ടുള്ള ആൾക്കാരിനെയൊക്കെ അവിടെ നിന്ന് ക്ഷണിക്കുന്നു. അവർക്ക് വളരെ അധികമായിട്ടുള്ള എന്ത് കാര്യങ്ങളാണോ വേണ്ടത്, നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങൾ ക്രിമിനൽ മൈൻഡാണോ അല്ലെങ്കിൽ നല്ല മൈൻഡാണോ, എന്ത് മൈൻഡാണെങ്കിലും നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ അവർക്കൊക്കെ കൂടുതൽ പൈസയാണല്ലോ, അപ്പോൾ അവർക്ക് വേറെ ഒരു ടെൻഷനും ഇല്ല. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പോലെയുള്ള ഒരുപാട് ടെൻഷൻ
ടെൻഷനുകളൊന്നും അവർക്കില്ല. അപ്പോൾ അവർക്ക് പുതിയ പുതിയ എൻ്റർടൈൻമെൻറ്റ് വേണം. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരിനെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഫയലിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കൂടുതലായിട്ട് അതിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്താണ്, നമുക്കിപ്പോൾ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അത് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു USA ഇറാനും ആയിട്ടുള്ള പ്രശ്നം കൊണ്ടൊക്കെയാണ് ഈ ഫയലൊക്കെ പുറത്ത് വന്ന് അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കാര്യം നിങ്ങൾക്ക് ചെറുതായിട്ട് അയാളെ പറ്റി ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും ക്രൂരനായിട്ടുള്ള ആളാണ് ഈ ഒരു ജെഫ്രി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ഇയാൾ ഒരുപാട് ആൾക്കാരിനെ ഭീഷണിപ്പെടുത്താൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എതിരാണ് എല്ലാ ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് ഈ ബിറ്റ്കോയിൻ ഇയാളാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ എന്ത് ചെയ്തു, ഇതൊന്ന് ഫണ്ട് വലിക്കാൻ തുടങ്ങി. എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇത്രത്തോളം നെഗറ്റീവ് വരില്ല, അപ്പോൾ ഫ്യൂച്ചറിൽ ഇയാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ആദ്യത്തെ ഈ ട്രെൻഡിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് കറന്റ് ഇപ്പോൾ ട്രെൻഡായിട്ട് വന്നിട്ടുള്ളത് ഗോൾഡും സിൽവറുമാണ്. അപ്പോൾ ഈ ഗോൾഡൊക്കെ ആൾ ടൈം ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സിൽവറിന് വളരെയധികം മൂല്യം കൂടാൻ പോവുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാസ് വണ്ടികൾ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് സിൽവർ ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. വളരെയധികം കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു, സിൽവറിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് സിൽവറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഗോൾഡിലും ഒരേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ആൾ ടൈം ഹൈയിലേക്ക് ഗോൾഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ ഈ ബിറ്റ്കോയിൻ്റെ ട്രെൻഡ് ഇതേപോലെ തന്നെ 4 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഗോൾഡിന് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ടെക്നോളജികൾ വർദ്ധിക്കുന്നു, ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ആവശ്യം കൂടുന്നു. ആ ഒരു ബിറ്റ്കോയിൻ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ബിറ്റ്കോയിൻ്റെ ആവശ്യം കൂടുന്നത് പോലെ തന്നെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ആവശ്യം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള വലിയ വലിയ കമ്പനിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ആ ഫണ്ടൊക്കെ റിട്ടേൺ എടുത്തിട്ട് ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് മാത്രമായിരിക്കും ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഈ ഒരു ബിറ്റ്കോയിനിലൊക്കെ വളരെയധികം വാല്യൂ കുറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ ജെഫ്രിൻ്റെ ഈ ഒരു കാര്യം കൊണ്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ടാവും, അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മോസ്റ്റ്ലി ഈ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ അവിടെ എന്ത് ചെയ്യുന്നത്, വാല്യൂ കൂടുന്നത് കുറയുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെയാണോ ട്രെൻഡ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂ ടെക്നോളജി വരുന്നത്, എന്താണ് മാർക്കറ്റിൽ സംസാരിക്കുന്നത്, അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അവിടുത്തെ ഓരോ കാര്യത്തിൻ്റെയും ഓരോന്നിൻ്റെയും മൂല്യം കൂടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളെ പറ്റി നിങ്ങളുടെ മെസ്സിക്ക് വളരെയധികം ഭയങ്കര പോപ്പുലറാണ്, അതുകൊണ്ട് തന്നെ അയാൾക്ക് വളരെയധികം മൂല്യം കൂടുതലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാവുന്ന പോലെയാണ് ഞാൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആൾറെഡി ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ വാല്യൂ പറഞ്ഞു, ഞാൻ ഇനി ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ എന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ആൾറെഡി തന്നെ ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ടോപ്പിലൊക്കെ എന്നെപ്പോലെ ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, എൻ്റെ ചാനലിലുള്ള ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിലൊക്കെ വാല്യൂ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും വാല്യൂ കുറയട്ടെ. അപ്പോൾ ഇനിയും വാല്യൂ കുറഞ്ഞ് വളരെയധികം വാല്യൂ കുറയുന്ന ഒരു സമയം എടുക്കും. അപ്പോൾ ഈ ഒരു ന്യൂസൊക്കെ ഒന്ന് ഇല്ലാണ്ടാവും, വേറൊരു ന്യൂസിലേക്ക് നമ്മുടെ ഈ ലോകം മാറും എന്നുള്ളൊരു കാര്യമായിട്ട് വരുമ്പോൾ ഒരിക്കലും ഈ ബിറ്റ്കോയിനും ഗോൾഡും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ അവിടെ നിന്ന് പോകാൻ പോകുന്നില്ല, ഈ ക്രിപ്റ്റോ പോകുന്നില്ല. എങ്ങനെയൊക്കെ പോയാലും ഇത് വീണ്ടും ഏറ്റെടുത്ത് വേറൊരു രീതിയിൽ ഇത് ടോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏതെങ്കിലും കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടി ബില്യണർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൽ വീണ്ടും എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു ട്രെൻഡ് കൊണ്ടുവരും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ വളരെയധികം വാല്യൂ കുറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വീണ്ടും എന്താണ് ഇത് ഈഗർലി വാങ്ങാൻ വേണ്ടിയിട്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ വാല്യൂ കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങാം. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രെൻഡിലേക്ക് വരുമ്പോൾ ഇത് വീണ്ടും വാല്യൂ കൂടുമല്ലോ എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളും വെയിറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ആൾറെഡി തന്നെ പൈസ പോയി നമുക്കൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഒരുപാട് പൈസ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇനി കെയർ ചെയ്യുന്നില്ല. പക്ഷേ ബിറ്റ്കോയിൻ വീണ്ടും വാല്യൂ കയറി വരുമോ എന്നാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കയറി വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോകം തന്നെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഒരു കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ടാവും, ഒരു ട്രെൻഡ് ബേസ് മാത്രമാണ് ബിറ്റ്കോയിൻ്റെ വാല്യൂ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും, ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടാവും. അപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം, തെറ്റാണ്, ഇതിങ്ങനെയാണ് ബ്രോ, ഇതിങ്ങനെയാണ് വാല്യൂ കൂടുന്നത്, മേ ബി ഇത് വാല്യൂ കൂടുകയില്ല, അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ എന്ത് കാര്യം പറയാന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കൊടുക്കാം. മേ ബി ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് താഴെ കമൻറ്റ് കാണുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും എങ്ങനെയും കൂടി നമ്മൾ ചിന്തിച്ച് നോക്കാലോ എന്നുള്ളൊരു കാര്യം കൂടി തോന്നും. അപ്പോൾ ഒരുപാട് കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോകൾ വരുന്നുണ്ട്, ക്യാഷ് ഏണിങ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇനി തുടർച്ചയായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് കുറേ വെളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഞാൻ വീട്ടിലൊക്കെ എത്തി. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഇപ്പോഴാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. പുതിയ വീഡിയോ ആയിട്ടും പഴയ വീഡിയോൻ്റെ അപ്ഡേറ്റുകളായിട്ടും നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.